KCL സീസൺ 2-ൽ മലബാറിന്റെ മൊഞ്ചുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മലബാറിന്റെ സ്വന്തം ഗ്യാങ് ആണുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു പ്രകടനം? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആദ്യത്തെ 2 മാച്ച് നമ്മുടെ ഫേവറിലല്ല സംഭവിച്ചത്. റിസൾട്ട് നമ്മുടെ ഫേവറിലായിരുന്നില്ല. അപ്പം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. 2 മാച്ചും ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ ഈ മാച്ച് ജയിച്ച് നമുക്ക് ആ വിന്നിങ് മൊമെൻറ്റ് നമ്മുടെ കയ്യിൽ വെക്കാൻ എല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ് സാധിച്ചത്. ഈ കഴിഞ്ഞ 2 മാച്ചും കളിച്ചത് എന്താണ്? പ്രധാന പ്രശ്നമൊന്നുമില്ല. മേ ബി കുറച്ച് ലെക്കിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ബട്ട് ദിസ് മാച്ച് എനിക്ക് തോന്നുന്നു എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. എങ്ങനെ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യണമെന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ ഭയങ്കര പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇന്ന് ഈ 2 മാച്ചിൽ നിന്നും ഈ മാച്ചിൽ നിന്ന് വ്യത്യാസം. വിക്കറ്റ് കുറച്ച് ഈസി ആയിരുന്നു ബാറ്റ് ചെയ്യാൻ. പിന്നെ അവരുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഈ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അവർ ത്രൂ ഔട്ട് ദ ഗെയിം അവർ നമുക്ക് വേണ്ടി എൻകറേജ് ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ ഒരു ഫാക്ടറാണ്. നമ്മൾ ഇങ്ങനത്തെ കളി അടിച്ച് ജയിക്കുമ്പോൾ പ്രത്യേക ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് അറിയാവുന്നവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു കളി കാണാൻ. അപ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ച് ജയിപ്പിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇതൊരു ഫസ്റ്റ് മാച്ച് തന്നെയായിരുന്നു. വിജയിക്കുക എന്ന് പറയുന്നത് കാര്യത്തിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇനി അടുത്ത മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ടീമിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉണ്ടാവുക? വെല്ലുവിളികൾ ഇതേപോലെ തന്നെ എല്ലാ മാച്ചും ഉണ്ടാവും. നമുക്ക് എല്ലാ മാച്ചും പക്ഷേ നമ്മൾ ജയിക്കാൻ തന്നെ പോകും. എല്ലാ മാച്ചും ഇനിയുള്ള എല്ലാ മാച്ചും ക്രൂഷ്യലാണ്. ഈ ഒരു വിന്നിങ് മൊമെൻറ്റം ഫോളോ ചെയ്ത് ഇനിയുള്ള ഒരു 4-5 മാച്ച് കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ മൈൻഡ് സെറ്റും നമ്മുടെ ലെവലൊക്കെ കുറച്ച് മേലെ വരും. സോ അതിന് തന്നെയാണ് നോക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഈ മാച്ചോടുകൂടെ എല്ലാവരും കുറച്ചുകൂടെ റെഡിയാണ്. ടീമിൻ്റെ ബേസിലാണോ? ഓപ്ഷനിൽ തന്നെ ഒരുപാട് പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. സോ അതിൽ തന്നെ എല്ലാവരും ഈ മാനേജ്മെൻറ്റ് എല്ലാവരെയും ചൂസ് ചെയ്തെടുത്താണ്. സോ അവർക്ക് സ്പെസിഫിക് ആയിട്ട് റോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതിലുള്ള ഓരോ റോൾസും ഓരോ ദിവസങ്ങൾ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. സോ ഇനിയുള്ള വരുന്ന മാച്ചസുകളിലും ഓരോന്നോരോന്നായിട്ട് കാണും. തീർച്ചയായും നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആണ്. നമ്മൾ ഫസ്റ്റ് 2 മാച്ച് നമ്മുടെ ഫേവറിലല്ലാത്തതുകൊണ്ടും അത് നമ്മൾക്ക് ഒരു ലെഗ് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയുള്ള വരും മാച്ചസിൽ എന്തായാലും ഫാൻസിനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ നല്ല ഗെയിം പ്രതീക്ഷിക്കാം. അങ്ങനെയൊന്നുമില്ല. എല്ലാ ടീമും വെൽ ബാലൻസ്ഡ് ആണ്. സോ നമ്മളെല്ലാ ടീമിലും ഒരേപോലെ കാണുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ന ടീം എന്നൊന്നും പറയാൻ പറ്റില്ല.